ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തേർഡ് സെമസ്റ്റർ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഫസ്റ്റ് എക്സാം തന്നെ ബേസിക് ന്യൂമറിക്കൽ സ്കിൽ അഥവാ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് സെക്ഷൻ എയിൽ മിക്കവാറും എല്ലാം തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ എല്ലാ ടൈപ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തിയറീസ് മാത്രമായിട്ട് ഒരൊറ്റ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോസ് നന്നായി കാണാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് എയിലെ 15 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ആയിട്ടുള്ള 25 മാർക്സ് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒട്ടുമിടാത്ത 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ഗ്രാമേഴ്സ് റൂളും അതുപോലെ 3 അൺനൗൺസിൻ്റെ XYZ സോൾവ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെയും EMI കാൽക്കുലേഷനും ഡിറ്റർമിനൻറ്റും അതുപോലെ തന്നെ ഇൻവേഴ്സും മീൻ മീഡിയം മോഡ് ഇങ്ങനെയുള്ള സ്ക്യൂനസ് ഇതെല്ലാം ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇടാത്ത ഒരു 2-3 പ്രോബ്ലംസാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ, അതായത് 10 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഉറപ്പായിട്ടും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് അത് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാലും മതി. കാരണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ പ്രോബ്ലത്തിനാണ്. ആ പ്രോബ്ലംസ് എല്ലാവരും വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അതിനുശേഷം മാത്രം അവസാനം ടൈമിൽ ഈ പറയുന്ന ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലംസ് എല്ലാവരും വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 2 മാർക്ക് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനെ നമുക്ക് 2ആയി തരംതിരിക്കാം. റിലേറ്റീവ് മെഷേഴ്സ് ഉണ്ട്, ആബ്സല്യൂട്ട് മെഷേഴ്സും ഉണ്ട്. അപ്പോൾ ഈ റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നൊക്കെ പറയുന്നത് റിലേറ്റീവ് ആണ്. അതിൻ്റെ ആബ്സല്യൂട്ട് ആണ് കോഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോഫിഷ്യൻ്റ് ഓഫ് ക്വാർട്ടർ ഡീവിയേഷൻ, കോഫിഷ്യൻ്റ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കപ്പെടും കേട്ടോ. ഇനി നമ്മുടെ പാർട്ട് ബി എന്ന് പറഞ്ഞാൽ എന്തായാലും 16ാമത്തെ ക്വസ്റ്റ്യൻ എക്സ് സോൾവ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം മിക്ക ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് എക്സ് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എക്സിനെയൊക്കെ നിങ്ങൾ ഒരു സൈഡിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ എക്സിനെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഏത് സൈഡിലേക്കാണോ കൊണ്ടുപോകുന്നത് ആ സൈഡിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ സൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ആ സൈഡിൽ തന്നെയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ സൈനൊന്നും മാറ്റണ്ട. അല്ലാതെ ഒരു സാധനത്തിന് ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്നോ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്നോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ ആ ഇക്വേഷനെ എന്ത് ചെയ്യണം, സൈൻ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അതുപോലെ 17ാമത്തെ ക്വസ്റ്റ്യനും ഏകദേശം ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെയായിരിക്കും. അപ്പോൾ പാർട്ട് ബിയിലെ ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസും ഇക്വേഷൻ ആയിരിക്കും മിക്കവാറും. ആ ഒരു സ്ട്രക്ചറിലാണ് വരാറ്. ചിലപ്പോൾ സ്ട്രക്ചർ മാറിയേക്കാം, എന്നാലും ഇക്വേഷന് 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ഈ 18ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ബിസിനസ് ആപ്ലിക്കേഷനാണ്. അതായത് ഡിമാൻഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഓഫ് ആൻ ഇൻഡസ്ട്രി ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ PQ ഈസ് ഈക്വൽ ടു 100 ആൻഡ് സപ്ലൈ ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ 20 + 3P ഈക്വൽ ടു Q where P is the price and Q is the quantity. അതായത് നമുക്ക് ഡിമാൻഡ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ PQ എന്ന് പറഞ്ഞാൽ 100 ആണെന്നറിയാം അല്ലേ. അപ്പോൾ PQൻ്റെ അവിടെ നമ്മൾ 100 ഇട്ട് വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, Pയും Qവും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്താണ് ഇഫ് A ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞേക്കണേ A² - 4A - 5I ഈസ് ഈക്വൽ ടു 0. ഈ സെയിം പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തായാലും എല്ലാവരും വർക്കൗട്ട് ചെയ്തിട്ട് പോവുക. കാരണം 2 തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ഈ സെയിം പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ A² എന്ന് പറഞ്ഞാൽ എയുടെ സ്ക്വയർ എടുക്കുക, A എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ സ്ക്വയർ എടുക്കുക. എന്നിട്ട് ആ കിട്ടിയ ആൻസറിൽ നിന്ന് 4A - A. 4A എന്ന് പറയുന്നത് എന്താ, 4 എന്ന് പറയുന്ന നമ്പറിനെ A എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലമെൻറ്റ് വെച്ച് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഡിഫറൻസ് എടുക്കുക. എന്നിട്ട് 5I കാണുക. 5I എന്ന് പറഞ്ഞാൽ 5നെ I വെച്ച് ഇൻറ്റു ചെയ്യുക. I എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, I എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് അല്ലേ. അപ്പോൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് നിങ്ങൾ തന്നെ ഒരെണ്ണം ഫോം ചെയ്തിട്ട് അതിന് 5 വെച്ച് ഇൻറ്റു ചെയ്യുക. എന്നിട്ട് ഇത് 3 നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 0 എന്നായിരിക്കും ആൻസർ കിട്ടുക. അത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഈ സെയിം പ്രോബ്ലം, വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ define arithmetic mean and also insert 4 arithmetic mean between 52 and 70. അപ്പോൾ ഡിഫറൻസ് എടുക്കുക, നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ 4 ആയിട്ടുള്ള ആ arithmetic mean നമുക്ക് കിട്ടും. 21ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇതുവരെയും ചെയ്യാത്തത്. അത് ഞാൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. ഇഫ് ദ 5th and 10th ടേംസ് ഓഫ് എ GP ഒരു ജോമെട്രിക് പ്രോഗ്രഷനിലെ 5ാമത്തെ ടേമും 10ാമത്തെ ടേമും നമുക്ക് തന്നിട്ടുണ്ട്. 5ാമത്തെ ടേം 32 ആണ്, 10ാമത്തെ ടേം 1024 ആണ്.
എങ്കിൽ ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ആൻഡ് ദ കോമൺ റേഷ്യോ. 6 വർക്കൗട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഫസ്റ്റ് ടേം എന്ന് പറയുകയാണ്, ഫസ്റ്റ് ടേം അല്ലേ, അതുപോലെ 6 വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ജോമെട്രിക് പ്രോഗ്രഷനിലെ 2 ടേമുകൾ തന്നിട്ടുണ്ടെങ്കിൽ, അതായത് അകലെയുള്ള 2 ടേമുകൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഫസ്റ്റ് ടേം കാണാം, എങ്ങനെയാണ് കോമൺ റേഷ്യോ കാണാം എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് ഒന്നാമത്തെ 5th ടേം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ടേം കാണാൻ ഇക്വേഷൻ എന്താ, ജോമെട്രി പ്രോഗ്രഷൻ്റെ ടേം കാണാൻ AR(n-1) അല്ലേ. അപ്പോൾ AR(5 - 1) 4. അപ്പോൾ AR(4) ദാറ്റ് ഈസ് 32 ആണ് നമുക്കറിയാം. അപ്പോൾ 5ാമത്തെ ടേം നമുക്ക് 32 ആണെന്നറിയാം. അടുത്ത 10ാമത്തെ ടേം, അപ്പോൾ T10 എന്ന് പറഞ്ഞാൽ എന്താ, AR(10 - 1). അപ്പോൾ AR(9). 10ാമത്തെ ടേം നമുക്ക് തന്നെ 1024. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം 10ാമത്തെ ടേമിനെ 5ാമത്തെ ടേമിൽ വെച്ച് ഡിവൈഡ് ചെയ്ത് AR(9) ഡിവൈഡഡ് ബൈ AR(4) ഈക്വൽ ടു 1024/32. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, മുകളിലും താഴെയും A ഉണ്ടല്ലോ, A നമുക്ക് കട്ട് ചെയ്യാം. ഇനി മുകളിൽ R9 അടിയിൽ R4 ആണ്. അപ്പോൾ R(9) എന്ന് പറയുന്നിടത്തും R × R × R × അങ്ങനെ 9 തവണ നമ്മൾ R ഇൻറ്റു ചെയ്യണം അല്ലേ. അതുപോലെ R(4) എന്ന് പറയുന്നിടത്തും R 4 തവണ ഇൻറ്റു ചെയ്യണം. അപ്പോൾ അടിയിലത്തെ 4 Rഉം മുകളിലത്തെ 4 Rഉം നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത്രയും 4 എണ്ണം കട്ട് ചെയ്താൽ പിന്നെ മുകളിൽ R എത്ര എണ്ണം ഉണ്ടാവും, 5 എണ്ണം ഉണ്ടാവും അല്ലേ. അപ്പോൾ R(5) എന്ന് പറഞ്ഞാൽ 1024/32 അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കണം, താഴെയും മുകളിലും A ഉണ്ട്, അത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ R(9) R(4) ആണ് പിന്നെയുള്ളത്. അപ്പോൾ R(9) എന്ന് പറഞ്ഞാൽ 6 നമ്മൾ 9 തവണ ഇൻറ്റു ചെയ്യുക. R(4) എന്ന് പറഞ്ഞാൽ 6 4 തവണ ഇൻറ്റു ചെയ്യുക. അപ്പോൾ മുകളിലും താഴെയും കോമൺ ആയിട്ട് 6 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4 6 കട്ട് ചെയ്താൽ പിന്നെ ബാക്കി 5 6 ആണുള്ളത്. അപ്പോൾ R(5) ഈക്വൽ ടു 1024/32 32 എന്ന് കിട്ടും. അപ്പോൾ R(5) 32 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, R ഈക്വൽ ടു അതിൻ്റെ √5, അതായത് നിങ്ങളുടെ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ 5 എടുക്കുക, റൂട്ട് എടുക്കുക, 32 ചെയ്യുക. അപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ അല്ലേ മക്കളെ. അപ്പോൾ കോമൺ റേഷ്യോ നമുക്ക് 2 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. 5 മാർക്കിൽ 3 മാർക്ക് സെറ്റ്. ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഇക്വേഷൻ, ഞാനിപ്പോൾ AR(4) 32 അല്ലേ. അപ്പോൾ AR(4) അവിടെ 32 എന്ന് കൊടുക്കുന്നു. A × R നമുക്ക് 2 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ 2(4) ഈസ് ഈക്വൽ ടു 32. അപ്പോൾ 2(4) എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2 2 × 2 4 4 × 2 8 8 × 2 16. അപ്പോൾ A × 16 ഈസ് ഈക്വൽ ടു 32. അപ്പോൾ A ഈസ് ഈക്വൽ ടു എന്ത് വരും, 32/16 2. അപ്പോൾ അതും 2 ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനിൽ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ഒരു ജോമെട്രി പ്രോഗ്രഷൻ്റെ 2 ടേമുകൾ തന്നിട്ട് കോമൺ റേഷ്യോ ഫസ്റ്റ് ടേം കാണാനല്ലേ പറഞ്ഞത്, കോമൺ റേഷ്യോ 2 ആണ്, ഫസ്റ്റ് ടേമും 2 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച 21ാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും സെറ്റ് ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതേപോലെ നിങ്ങൾ ചെയ്യുക. അടുത്ത് ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ P × 1 അല്ല R/100 എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. അതിൽ അപ്ലൈ ചെയ്യാൻ മതി. 10,000 ആണ് നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട്. അതുപോലെ 3 ഇയർ ആണ് N, 5 ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. വെറുതെ ഇക്വേഷൻ അപ്ലൈ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി ഫൈൻഡ് അരിത്തമെറ്റിക് മീൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ. തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ അരിത്തമെറ്റിക് മീൻ കാണാം. σ(fx/σf). സിഗ്മ എന്ന് പറയുന്ന സാധനം വരുന്ന മീൻ കാണാൻ മാത്രമാണ് കേട്ടോ മക്കളെ. മീഡിയനും മോഡിനും നമുക്ക് സിഗ്മ വേണ്ട. അപ്പോൾ ഇവിടെ മാർക്ക് നിങ്ങൾ എക്സൈറ്റ്, എപ്പോഴും ഫസ്റ്റ് കോളം എക്സൈറ്റ് കൊടുക്കുക. സെക്കൻഡ് കോളം F ഫ്രീക്വൻസി. നിങ്ങൾ എന്ത് ചെയ്യുക, F × X ചെയ്യുക. 10 × 40, 20 × 32, 30 × 12, 40 × 5 ചെയ്യുക. അപ്പോൾ നമുക്ക് FX കിട്ടിയില്ല, അതിൻ്റെ ടോട്ടൽ എടുക്കുക. ആ കോളത്തിൻ്റെ ടോട്ടൽ എടുത്തിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഫിൻ്റെ ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഇപ്പോൾ എഫിൻ്റെ ടോട്ടൽ എത്ര വരും, 40 + 32 72, 72 + 12 84, 5 89 വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, FX നിങ്ങൾ മൂന്നാമത് വരച്ച കോളം ഉണ്ടല്ലോ, മാർക്കിനെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വെച്ച് ഇൻറ്റു ചെയ്ത് കിട്ടിയ കോളം, അതിൻ്റെ ടോട്ടലിനെ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ടോട്ടൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറാണ് മീൻ. 5 മാർക്ക് സെറ്റ് അല്ലേ. ഇനി നമുക്ക് 10 മാർക്കിന് മീനും മീഡിയനും മോഡ് എങ്ങനെ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ കാണാൻ നോക്കാം. ഇപ്പം നമ്മൾ മീൻ കാണാനുള്ള ഒരു ഡിസ്ക്രീറ്റ് സീരീസ് ആയിരുന്നു അല്ലേ. ഇനി കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെ മീൻ കാണാം. കണ്ടിന്യൂസ് സീരീസ് പറയാൻ എങ്ങനെയാണ്, ഇതുപോലെ ക്ലാസ് ആയിട്ട് തരും 0 to 10, 10 to 20 അങ്ങനെ തന്നാൽ നമുക്ക് എങ്ങനെയാണ് മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കാനേ നോക്കാം.
അപ്പോൾ മാർക്സ് നമുക്ക് തന്നിട്ടുണ്ട് 0 to 10 അങ്ങനെ 70 to 80 വരെ ഉണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, ഫ്രീക്വൻസിയാണ്, അത് എഫ് ആണ്. അപ്പോൾ മീൻ കാണാൻ നിങ്ങൾ അതിൻ്റെ ആദ്യം നമ്മുടെ ക്ലാസ്സിൻ്റെ മിഡ് പോയിന്റ് കാണാം, അതിന് എം എന്ന് കൊടുക്കുക. മിഡ് പോയിന്റ് വേണേൽ എക്സ് എന്ന് കൊടുക്കണവരുണ്ട് കേട്ടോ, എക്സ് എന്ന് കൊടുത്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ എം എന്നാണ് കൊടുക്കണേ, കാരണം മീൻ കാണാൻ ഞാൻ കണ്ടിന്യൂസ് സീരീസിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ഇക്വേഷൻ സിഗ്മ എഫ് എം ബൈ സിഗ്മ എഫ് ആണ്. എഫ് എമ്മിൻ്റെ ടോട്ടലിനെ എഫിൻ്റെ ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്യുക, സിമ്പിളാണ്. അപ്പോൾ എഫ് എം എന്ന് പറഞ്ഞപ്പോൾ എന്താ മിഡ് പോയിന്റ്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെയൊക്കെ മിഡ് പോയിന്റ് എടുക്കുക. 0 to 10 ഒത്ത നടുക്കുള്ള വാല്യൂ ഇത് 5, 10 20 നടുക്കുള്ള വാല്യൂ 15. ഇനി നടുക്കുള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ആ രണ്ട് നമ്പറുകൾ തമ്മിൽ കൂട്ടിയിട്ട് ബൈ 2 ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ 10 to 20 എന്ന് പറയുമ്പോൾ 10 20 കൂടി കൂട്ടി എത്രയാണ്, 30. 30ൻ്റെ പകുതി എടുക്കുക, 15. അതുപോലെ 28 30 25, 38 40 35. അങ്ങനെ ഓരോ ക്ലാസ്സിൻ്റെയും നടുക്കത്തെ വാല്യൂ എടുത്താൽ നമുക്ക് എം കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് തന്നിട്ടുള്ള എഫിലെ സെക്കൻഡ് കോളം അതാണ് എഫ് കേട്ടോ, എപ്പോഴും സെക്കൻഡ് കോളാണ് എഫ്. ആ ഫ്രീക്വൻസീനെ എം വെച്ച് നിങ്ങൾ ജസ്റ്റ് ഇൻറ്റു ചെയ്യുക. അപ്പോൾ 5 × 5 25, 15 × 15 22.5, സോറി 225, 18 × 25 450, 12 × 35 420. അങ്ങനെ എഫ് എം കിട്ടിയില്ലേ നമുക്ക്. എഫിനെ നമ്മൾ എം വെച്ച് ഇൻറ്റു ചെയ്തു. ഇനി എഫ് എമ്മിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റർ കൂട്ടി നോക്കുക. അപ്പോൾ നമുക്ക് 3525. അപ്പോൾ സിഗ്മ എഫ് എം കിട്ടിയല്ലോ. എഫ് എമ്മിൻ്റെ ടോട്ടൽ സിഗ്മ വരുന്നത് മക്കളെ മീൻ കാണാൻ മാത്രമാണ്. അപ്പോൾ എഫ് എമ്മിൻ്റെ ടോട്ടൽ 3525 ബൈ സിഗ്മ എഫ്. എഫിൻ്റെ ടോട്ടൽ ഇവിടെ 95 ആണ്. എഫിന് സെക്കൻഡ് കോളത്തിൻ്റെ ടോട്ടൽ അത് ക്വസ്റ്റ്യൻ തന്നെയുണ്ട്, അത് വെച്ച് ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. അപ്പം 37.10 എന്ന് കിട്ടും. ഇതാണ് മീൻ. 10 മാർക്കിനെ ചോദിച്ചാൽ മീൻ കാണാൻ ഈ ഒരൊറ്റ ഇക്വേഷൻ പഠിക്കുക. ഇനി സെയിം പ്രോബ്ലം നമുക്ക് എങ്ങനെ മീഡിയം കാണാം, സെയിം പ്രോബ്ലത്തിൽ എങ്ങനെ മീഡിയം കാണാം മക്കളെ. നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തേണ്ടത് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഓർത്ത് വയ്ക്കുക. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി മീഡിയൻ, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി അങ്ങനെ ഓർത്ത് വയ്ക്കുക എപ്പോഴും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ സി എഫ് കണ്ടുപിടിക്കണം, ഫ്രീക്വൻസീനെ കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും. ആദ്യത്തെ 5 അല്ലേ ഫ്രീക്വൻസി, അത് അതുപോലെ എഴുതാം 5. ഇനി 5ൻ്റെ കൂടെ 15 കൂട്ടിയാൽ 20, 20ൻ്റെ കൂടെ 18 കൂട്ടിയാൽ 38, 38 + 12 50. അങ്ങനെ കൂട്ടിക്കൊണ്ടിരിക. അപ്പോൾ നമുക്ക് ടോട്ടൽ 95 അവസാനം കിട്ടും. നമ്മൾ ആദ്യം മീഡിയം കാണണമെങ്കിൽ ഫസ്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്, n/2. n+1 ഇല്ല കേട്ടോ, അത് ഡിസ്ക്രീറ്റിലും ഇൻഡിവിജ്വലും ആണ്. കണ്ടിന്യൂസിൽ നിങ്ങൾ n/2 എന്ന് ചെയ്താൽ മതി. ഇവിടുത്തെ ക്യാപിറ്റൽ ലെറ്റർ n ആണ്. ഈ n എന്ന് പറഞ്ഞാൽ എഫിൻ്റെ ടോട്ടലാണ്, ഫ്രീക്വൻസിയുടെ ടോട്ടൽ 95 ആണ്. അപ്പോൾ 95/2 ചെയ്യുക. അപ്പോൾ നമുക്ക് 47.5 എന്ന് കിട്ടും. ഈ 47.5 നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കോളിലെ സി എഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അതിലുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതില്ലെങ്കിലോ തൊട്ടടുത്ത നമ്പർ എടുക്കണം. അപ്പോൾ ഈ 47.5 സി എഫിൽ ഇല്ല അല്ലേ മക്കളെ, ഇല്ല. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് പിന്നെ എന്താ 50 അല്ലേ ഉള്ളത്, അത് റൗണ്ട് ചെയ്യുക. അത് റൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് കോളത്തിൻ്റെ ക്ലാസ് കിട്ടിയില്ലേ, 30 to 40. അതിനർത്ഥം എന്താണെന്നറിയോ, 30നും 40നും ഇടയിൽ എവിടെയോ ആണ് നമ്മുടെ മീഡിയൻ കിടക്കുന്നത്. അത് കണ്ടെത്താൻ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്, L+n/2 - CF/F × C. L എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 38 40 എന്ന് പറയുമ്പോൾ ലോവർ ലിമിറ്റ് 30 ആണേ, 30 എന്നിട്ട് കൊടുക്കുക. പ്ലസ് n/2 നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുള്ള നേരത്തെ 47.5 മൈനസ് CF. ഈ CF എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ റൗണ്ട് ചെയ്ത CF 50 അല്ലാട്ടോ എടുക്കണ്ടേ, തൊട്ട് മുൻപത്തെ CF. എപ്പോഴും അങ്ങനെയാണ്, നിങ്ങൾ റൗണ്ട് ചെയ്ത CF എടുക്കരുത്, തൊട്ട് മുൻപത്തെ CF എത്രയാ 38 എടുക്കുക ബൈ എഫ് ഫ്രീക്വൻസി. നമ്മൾ റൗണ്ട് ചെയ്ത കോളമില്ലേ അതിൻ്റെ ഫ്രീക്വൻസി ഇത്ര നടുക്കത്തെ വാല്യൂ അല്ലേ ഫ്രീക്വൻസി നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അത് 12 ആണ്. ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ക്ലാസ് ഇൻ്റർവെല്ലാണ്. നിങ്ങളുടെ ക്ലാസ് 30 to 40 അല്ലേ, അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുക, 40ന് 30 കുറച്ചാൽ 10. ഇതൊരു കാര്യം മക്കളെ ശ്രദ്ധിക്കണേ, ഈ 30 ഏറ്റവും അവസാനം കൂട്ടാൻ പാടുള്ളൂ. നേരത്തെ കൂട്ടി വെച്ചാൽ നിങ്ങൾ ചെയ്ത് തെറ്റിപ്പോവും. 30 + 47.5 ഒരിക്കലും ചെയ്യരുത് കേട്ടോ മക്കളെ, ജീവിതത്തിൽ ഒരിക്കലും ആ കാൽക്കുലേഷൻ ചെയ്യരുത്. 30 + അവിടെ ഇടുക നിങ്ങൾ 47.5ന് 38 കുറയ്ക്കുക. 47.5ന് 38 കുറച്ച് നിങ്ങൾക്ക് എന്ത് കിട്ടും, 9.5 എന്ന് കിട്ടും അല്ലേ. ആ 9.5ന് അപ്പം തന്നെ നിങ്ങൾ ഇൻറ്റു 10 ചെയ്തോ, ക്ലാസ് ഇൻ്റർവെൽ വെച്ച് അപ്പം തന്നെ ഇൻറ്റു ചെയ്തോ. അപ്പോൾ 95 ബൈ 12 ചെയ്യുക. അപ്പോൾ 7.9 എന്ന് കിട്ടും. 30 + 7.91 എന്ന് പറയുമ്പോൾ 37.91. നിങ്ങൾക്ക് മീൻ കിട്ടിയത് എത്രയാ, 37.10 ആണല്ലേ. മീഡിയം കിട്ടിയതോ 37.9. ഏകദേശം എടുത്താണ് കിട്ടുക, ചില സിറ്റുവേഷനിൽ മാത്രം മാറാം കേട്ടോ, മീനും മീഡിയനും കേട്ടോ. മീനും മീഡിയനും ഏകദേശം സെയിം ആയിരിക്കും കിട്ടുക.
ഇനി എങ്ങനെ മോഡ് കാണാൻ നോക്കിയാൽ നമുക്ക് മോഡ് കാണാൻ ഈ സെയിം പ്രോബ്ലത്തിൽ എങ്ങനെ മോഡ് കാണാൻ നമുക്ക് നോക്കാം. മോഡ് കാണാൻ മക്കളെ എക്സ്ട്രാ കോളം ഒന്നും നിങ്ങൾ എക്സ്ട്രാ വരയ്ക്കേണ്ട കേട്ടോ. ഇനി ഒരു കാര്യം പറയട്ടെ മക്കളെ, പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണേ. മീനും മീഡിയനും മോഡും കാണാൻ പറഞ്ഞ ഒരൊറ്റ ക്വസ്റ്റ്യൻ തന്നാൽ ഞാനിപ്പോൾ ചെയ്ത് കാണിച്ച പോലെ ചെയ്യുക. നിങ്ങൾ ആദ്യം ഒരു ടേബിൾ വരച്ച് മീൻ ഫുള്ള് ചെയ്യുക. എന്നിട്ട് ആ ടേബിളിൽ ഒരിക്കലും മീഡിയം കാണരുത്. നിങ്ങൾ വീണ്ടും ആ ക്വസ്റ്റ്യൻ പകർത്തിയിട്ട് മീഡിയം കാണണം. എന്നിട്ട് വീണ്ടും ക്വസ്റ്റ്യൻ പകർത്തിയിട്ട് മോഡ് കാണണം. ഓക്കെ, നമുക്ക് മോഡ് കണ്ടാലോ. മോഡ് കാണാൻ നിങ്ങൾ എക്സ്ട്രാ ഒരൊറ്റ കോളം പോലും വരച്ച് പോകരുത് കേട്ടോ. അതിൽ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഫ്രീക്വൻസി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരൊറ്റണത്തിൽ പറഞ്ഞു തരുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ്, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് മോഡ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണം, അറിയാലോ. യെസ്, അപ്പോൾ ആദ്യം നമ്മുടെ ഫ്രീക്വൻസിയിലെ സെക്കൻഡ് കോളം അതിൽ ഏറ്റവും വലിയ ഫ്രീക്വൻസി ഏതാ, അത് റൗണ്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് 20 ആണല്ലേ, അത് നമ്മൾ റൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫ്രീക്വൻസിക്ക് നമുക്ക് F1 എന്ന് കൊടുക്കാം. എപ്പോഴും 1 കൊടുക്കണം, അതിന് ഫസ്റ്റ് റാങ്ക് കൊടുക്കണം, 1 എന്ന് കൊടുക്കാം. തൊട്ട് മുമ്പുള്ളത് 0 കൊടുക്കുക, തൊട്ടടുത്തത് F2 എന്ന് കൊടുക്കുക കേട്ടോ. അതൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. L+D1/D1+D2 × C. ഈ D1-നൊക്കെ പകരം പലരും F1 - F0 എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് ഇക്വേഷൻ എങ്കിൽ നിങ്ങൾ അത് ചെയ്തോ, കുഴപ്പമില്ല. അറിയാവുന്നെങ്കിൽ അത് വെച്ച് ചെയ്താൽ. ഒട്ടും അറിയാത്തവർ വേണമെങ്കിൽ ഇതങ്ങടെ അപ്ലൈ ചെയ്തോ. L എന്ന് പറഞ്ഞാൽ നമ്മൾ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രീക്വൻസിയിൽ ഏറ്റവും വലുത്, അതിൻ്റെ ക്ലാസ്സിന് ലോവർ ലിമിറ്റ്. അപ്പോൾ 40 to 50 അല്ലേ, അപ്പോൾ 40 ആണ് ലോവർ ലിമിറ്റ്. പ്ലസ് D1 കാണാൻ മക്കളെ ഒന്നുമില്ല. D1 കാണാൻ വളരെ സിമ്പിളാണേ. ഈ നമ്മൾ റൗണ്ട് ചെയ്ത് 20 ഇല്ലേ, ആ 20 തൊട്ട് മുമ്പത്തെ 12 കുറയ്ക്കുക. അപ്പോൾ 20 12 കുറച്ചാൽ D1 കിട്ടും. 20 15 കുറച്ചാലോ D2 കിട്ടും. എന്ത് സിമ്പിളാണ് നോക്കിക്കേ. നമ്മൾ റൗണ്ട് ചെയ്ത് F1 ഇല്ലേ മക്കൾ, F1 20, അതിന് തൊട്ട് മുമ്പത്തെ 12 കുറച്ചാൽ D1 കിട്ടും. 20 തൊട്ട് അടുത്ത നമ്പറായിട്ടുള്ള 15 കുറച്ചാലോ D2 കിട്ടും. അപ്പോൾ 20 12 കുറച്ചാൽ എത്രയാണ് മക്കളെ, 8. D1 കിട്ടി. ബൈ വീണ്ടും D1, അപ്പോൾ 8 പ്ലസ് D2 എങ്ങനെ കാണാം, 20 15 കുറയ്ക്കുക 5 ഇൻറ്റു C ക്ലാസ് ഇൻ്റർവൽ 50 40 കുറച്ച് 10. ഇവിടെയും ശ്രദ്ധിക്കണം, ഏറ്റവും അവസാനം ഈ 40 വെച്ച് കൂട്ടാവൂ. അപ്പോൾ 40 അവിടെ കിടക്കട്ടെ. 8 × 10 80, 8 5 13, 80/13 6.15. അപ്പോൾ ദ ആൻസർ ഈസ് 46.15 ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ മീനും മീഡിയനും മോഡും കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചിട്ട് പോവുക. പിന്നെ സ്ക്യൂനെസ് എന്താണെന്ന് പഠിക്കുക, കർട്ടോസിസ് തിയറി പഠിച്ചിട്ട് പോവുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ അരിത്തമെറ്റിക് സീക്വൻസിലെ nth ടേം കാണാനും അതുപോലെ സം കാണാനുള്ള ഇക്വേഷൻ, സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഷുവറാണ്. EMI എന്താണെന്ന് ചോദിക്കാം, EMIയുടെ പ്രോബ്ലം വരാം. ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മെട്രിക്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത പ്രോബ്ലം അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഓക്കെ, താങ്ക് യു.